അല്ലാഹു പറയാണ് വഖസംതു ലക റിസ്ഖക ഫലാ തത്അബ്. പൊന്നുമോനെ, നിനക്കുള്ള ഭക്ഷണം ഞാൻ തയ്യാർ ചെയ്തു, ഞാൻ കണക്കാക്കി. പൊന്നുമോനെ, ഫലാ തത്അബ്, നീ വ്യസനിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കണ്ട. ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കണ്ട. കാരണം ഫഇന്നീ ലം അത്ലുബ് ബിഇബാദത്തി ഗദിൻ, നാളത്തെ ഇബാദത്ത് പൊന്നുമോനെ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. യബ്ന ആദം ഫഇൻ അൻത റളീത ബിമാ ഖസംതു ലക അറഹ്തു ഖൽബക വബദനക. ആദം പൊന്നുമോനെ, ആദം സന്തതിയെ, ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തനാണെങ്കിൽ നിന്റെ നഫ്സിനും നിന്റെ ശരീരത്തിനും ഞാൻ സുഖം തരുമെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയുന്ന വർത്തമാനം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. പൊന്നുമോനെ, നിനക്ക് തന്നതിൽ നീ തൃപ്തനായാൽ അറഹ്തു നഫ്സക വബദനക അറഹ്തു ഖൽബക വബദനക, നിന്റെ കൽബിനും നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും ഞാൻ ശാന്തി തരുമെന്ന് അല്ലാഹു പറയുകയാണ്. മാത്രമല്ല, നീ എന്റെ അടുക്കൽ തുതിക്കപ്പെട്ടവനുമാവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി സംഘട്ടനത്തിന്റെ അലമാലകളുമായി കടന്നു വരുന്നവരെ അല്ലാഹു നമുക്ക് കണക്കാക്കിയതിൽ നമ്മൾ തൃപ്തരായാൽ നമ്മുടെ കൽബിനും നമ്മുടെ ശരീരത്തിനും അല്ലാഹു സമാധാനം തരും. അറഹ്തു ഖൽബക വബദനക, ശരീരത്തിനും നഫ്സിനും. അവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് സുഖമുണ്ടെങ്കിലേ നമ്മുടെ മനസ്സിന് സുഖമുണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിന് സുഖം ഉണ്ടാവും, അല്ലേ? ടെൻഷനുമായിട്ട് ഒരുപാട് അസുഖങ്ങളുടെ കാരണം പറയുന്നത് ടെൻഷനാണ്. ടെൻഷൻ കൂടിയത് കൊണ്ടാണ് പല ജാതി അസുഖങ്ങളും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ പല ജാതി ആസിഡ്സുകളും പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ടെൻഷൻ ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടാകും. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ഒരു എന്താ പറയാ ഒരു കാര്യം നോക്കി, അറഹ്തു ഖൽബക വബദനക, ആദ്യം നിന്റെ കൽബിന് സുഖം. കൽബിന് സുഖം കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി നിന്റെ ശരീരത്തിനും അത് സമാധാനം തരികയാണ്. അല്ലാഹു തരുന്നതിൽ പൊന്നുമോനെ നിനക്ക് തൃപ്തിയുണ്ടോ? നിന്റെ അയൽവാസിയുടെ വീട് കാണുമ്പോ, അവന്റെ വാഹനം കാണുമ്പോ, അവന്റെ രസത്തിലൂടെയുള്ള ജീവിതം കാണുമ്പോ മോനെ നീ സങ്കടപ്പെടണ്ടടാ. അല്ലാഹു നിനക്ക് കണക്കാക്കിയതിൽ നീ ആശ്വസിച്ചാൽ, അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തനായാൽ, അതാണ് മോനെ നിനക്ക് ഭാഗ്യം. മോനെ, നിന്റെ ശരീരത്തിന് നിന്റെ മനസ്സിന് നിന്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അത് തന്നെയാണ്. അല്ലാതെ അയൽവാസിയുടേത് നോക്കണ്ട മോനെ, ആളുകളുടേത് നോക്കിയിട്ട് നീ വെറുതെ കണ്ണീരൊലിപ്പിക്കണ്ടടാ മോനെ. അത് നിന്റെ മനസ്സിലേക്ക് അസൂയ കടന്നു വരും. നിന്റെ ജീവിതത്തിന് പിന്നെ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയില്ലടാ. പടച്ച തമ്പുരാൻ തന്നതിൽ നീ തൃപ്തനാകടാ പൊന്നുമോനെ. അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്. മാത്രമല്ല അല്ലാഹു പറയാണ്, ഞാൻ തന്നതിൽ നീ തൃപ്തനല്ലെങ്കിൽ എത്രയെത്ര കോടീശ്വരന്മാരാണ്, എത്രയെത്ര പണക്കാരാണ് ജീവിതം കൊണ്ട് വഴിമുട്ടിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക്, സ്വന്തം മക്കളുടെ അടുത്തേക്ക് പോലും ഒന്ന് കടന്നു ചെല്ലാൻ പറ്റാതെ അല്ലാഹു തആല ജീവിതം എടുക്കുകയാണ്. അല്ലാഹു അവരുടെ മേൽ ജീവിതം എടുക്കുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്തുമാത്രം സംഭവമാണ്, എത്ര രസമുള്ള വർത്തമാനമാണ്. അല്ലാഹു തന്നതിൽ തൃപ്തിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവ് ഇടുക്കത്തരമാവുകയാണ്. ദുനിയാവിനെ അവന്റെ മേൽ അല്ലാഹു അധികാരപ്പെടുത്തിയാൽ പിന്നെ ജീവിക്കാൻ സുഖമുണ്ടാകുമോ? എത്രയെത്ര പണക്കാരനാണ്, കോടീശ്വരന്മാരാണ്, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്, വലിയ വലിയ പണത്തിന്റെ സ്രോതസ്സുകൾ അവർക്കുണ്ട്. പക്ഷേ സ്വന്തം വീട്ടിലേക്കൊന്ന് വരാൻ കഴിയുന്നില്ല, സ്വന്തം പൊന്നുമക്കളെ കാണാൻ കഴിയുന്നില്ല, ഭാര്യയോടൊന്ന് സല്ലപിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു
തആല അവന് ഓട്ടം കൊടുക്കുകയാണ്, ബിസി കൊടുക്കുകയാണ്. സമ്പത്തിന്റെ പിന്നാലെ ഓടി ഓടി അവൻ തളർന്നു പോവുകയാണ്. അവസാനം പൊന്നുമോനെ അവന് ബാക്കിയാകുന്നത് ഒരു 3 തുണ്ടം കഷ്ണം തുണി മാത്രമാണ്. അത് മാത്രമായിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന എത്രയെത്ര വർത്തമാനങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ഒരുപാടുണ്ട്, ഒരുപാട് പ്രൗഢിയുണ്ട്, വലിയ വലിയ ആഡംബര ലക്ഷറി വാഹനങ്ങളുണ്ട്. അതിലിങ്ങനെ ബിസിനസ് മേക്കപ്പ് ചെയ്യാൻ, ബിസിനസ് കെട്ടിപ്പൊക്കാൻ അതിന്റെ പിന്നാലെ ഓടി ഓടിയിട്ട് സ്വന്തം വീട്ടുകാരറിയില്ല, നാട്ടുകാരറിയില്ല, ആരെയും ഗൗനിക്കാൻ സമയമില്ല. അവന് ഫ്ലാറ്റ് പൊക്കുന്ന പണിയാണ്, ഇവന് ഇപ്പുറത്ത് ബിസിനസ് സെറ്റപ്പ് ആക്കുന്ന പണിയാണ്. അങ്ങനെ ദുനിയാവ് അവന്റെ മേൽ ഇടുങ്ങുകയാണ്. അതിന്റെ ഇടയിൽ അവൻ ജീവിതം മറന്നു പോവുകയാണ്. ഈ ലോകത്ത് ആസ്വാദനത്തോടെ സുഗന്ധത്തോടെ ജീവിച്ചു പോകാ ആ സഹോദരന് മറന്നു പോവുകയാണ്. അങ്ങനെ പ്രായമായിട്ട് ഒരുപാട് അസുഖങ്ങൾ അല്ലാഹു കൊടുക്കുകയാണല്ലോ. ആ അസുഖത്തിൽ പെട്ടുകൊണ്ട് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാനുള്ള ഒരു സാവകാശം പോലും ആ സഹോദരന് കിട്ടുന്നില്ല. അങ്ങനെ ദുനിയാവ് അവന്റെ മേൽ ഇങ്ങനെ ഇടുങ്ങുകയാണ്. ആലോചിച്ച് നോക്കി, വലിയ പണക്കാരൻ, വലിയ ബിസിനസ് ഉണ്ട്, മാസാമാസം ലക്ഷങ്ങളെ വരുമാനമുണ്ട്. അയാൾക്ക് കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യണം, അയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണ്, അയാൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അയാൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അതുപോലെ എന്തെങ്കിലും ഭീമാകാരമായ അസുഖം അല്ലാഹു കൊടുത്താൽ പിന്നെ ഈ സമ്പത്തുകൊണ്ടൊന്നും ഒരു രസവും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, പൊന്നുമോനെ ഒരു ചെറ്റക്കുടിലാണ് നീ ജീവിക്കുന്നത്, പീഡികത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത് മോനെ. അള്ളാഹു നിനക്ക് തന്നതാണ്, അതുകൊണ്ട് തൃപ്തനായിക്കോ. അള്ളാഹു നിന്റെ മനസ്സിന് സമാധാനം തരുന്നതാണ്. വലിയ ഫ്ലാറ്റ് ഉണ്ട്, അതിലെനിക്ക് തൃപ്തിയില്ല, എനിക്ക് അടുത്തത് കെട്ടാനുള്ള വ്യഗ്രതയാണെങ്കിലോ നിന്റെ കൽബിനകത്ത് ടെൻഷനാണ്, ദുനിയാവ് നിന്റെ മേൽ ഇങ്ങനെ കറങ്ങുകയാണ്. അതുകൊണ്ട് പൊന്നുമോനെ അള്ളാഹു തരുന്നതിൽ നമുക്ക് തൃപ്തി വേണം. ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഇതാണ്, തൃപ്തിയില്ലായ്മ. പടച്ചോൻ കണക്കാക്കിയതിൽ ഒരു തൃപ്തി നമ്മൾ കാണിക്കുന്നില്ല. നമ്മളിപ്പോ അയൽവാസിയുടെ കാണുമ്പോ അതിലേക്ക് ഓടുകയാണ്. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ കറണ്ട് പോയാൽ, ഇപ്പൊ